ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു 4 മണി പലഹാരം, അതും വളരെ ടേസ്റ്റിലാണ്. ഒത്തിരി സമയമൊന്നും വേണ്ട, ഉണ്ടാക്കിയെടുക്കാൻ ഒരു 20-25 മിനിറ്റിനകത്ത് എല്ലാം റെഡിയായി കിട്ടും. ഒത്തിരി പണിയൊന്നുമില്ല. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഇനി ഇതിലേക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു മുട്ട, 1/2 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത്രയും വേണ്ടി വന്നില്ല. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സേമിയ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഏതെടുത്താലും അതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ എടുക്കാം. ഇനി ആദ്യം സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സേമിയ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്, സെപ്പറേറ്റ് ഇട്ടണമെന്നില്ല. എന്തായാലും ഇതിൽ പിന്നീട് ഇതിൽ കിടന്ന് വേവുന്നില്ല, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്. രണ്ടും കൂടി ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. കോരി മാറ്റിയ ശേഷം അതേ നെയ്യിൽ തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ സേമിയയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തങ്ങ് മാറ്റിയിട്ടുണ്ട്. സേമിയ റോസ്റ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, മധുരത്തിന് ആവശ്യത്തിന് ചേർത്തതേ ഉള്ളൂ. ആദ്യം പഞ്ചസാര ചേർത്ത് മുട്ടയും പഞ്ചസാരയും തമ്മിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് അതിൽ അലിഞ്ഞ് കിട്ടണം. എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ച് പൗഡറാക്കി ഈ മുട്ടയിലേക്ക് ചേർത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. എനിക്കിവിടെ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പറ്റിയില്ല. ഞാൻ അല്ലാതെ തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിൽ കുറച്ച് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ 2 റൗണ്ടായിട്ട് പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് 1/2 ഗ്ലാസ്സാണ് അതിലേക്ക് ചേർത്തത്. ഒരുപാടായി പോയാൽ ഇത് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, അതുകൊണ്ട് പാൽ ഒരുപാടായി പോണ്ട. 1 മുട്ടയ്ക്ക് 1/2 ഗ്ലാസ് പാല്, ഈ ഒരളവിലാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. ഞാനത് ചേർത്തിട്ടുണ്ട്, വീഡിയോയിൽ അത് സ്കിപ്പായി പോയതാണ്. ഇനി നേരത്തെ സേമിയയും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാനിൽ തന്നെ ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നെയ്യുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നെയ്യ് തടവേണ്ട ആവശ്യമില്ല. അതേ പാനിലേക്ക് തന്നെ ഞാനിതെല്ലാം മിക്സുകളെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം മുട്ട പാല് മിക്സ് ഒഴിച്ച ശേഷം അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ ചേർത്ത് ഇനി എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ റെസിപ്പി ചെയ്യുമ്പോൾ ഇതിൽ പഴം കൂടി ചേർത്ത് ചെയ്താലും നല്ലതാണ്. പഴം ചേർക്കുമ്പോൾ ഏത്തപ്പഴം തന്നെ ചേർക്കണം. ഏത്തപ്പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, അല്ലാതെ ആയാലും എങ്ങനെയായാലും ഏത്തപ്പഴം കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അതും കൂടിയാകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി ആ സേമിയ എല്ലാ വശത്തും ആവത്തക്ക രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതും എല്ലാ വശത്തുമായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്താം, ഒരു കുഴപ്പമില്ല. ഞാനിതുപോലെ പല റെസിപ്പിയും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വരുത്തിയാണ് എളുപ്പം ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്കൊരു 20 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എങ്ങനെയാണ് വേവിച്ചെടുക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടി അങ്ങ് വെച്ച് കൊടുക്കുക. ആ പാനോടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരടപ്പ് വെച്ച് ആവിയൊന്നും പുറത്തു പോവാതെ അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയിരുന്നു, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയില്ല, വെന്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഫുള്ള് ഒരു 20 മിനിറ്റ് ആയപ്പോൾ എനിക്ക് നന്നായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടി. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ
ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. ഈ ഒരു റെസിപ്പിയിൽ മുട്ട ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ ചൊവ്വയെന്ന് എടുത്തറിയത്തേ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർക്കാതെയും ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ മുട്ടയുടെ ടേസ്റ്റൊന്നും അത്രയ്ക്കും എടുത്തറിഞ്ഞിട്ടില്ല. ചെറുതായിട്ടൊരു മുട്ട ഉണ്ടെന്നുള്ളൊരു ടേസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാനില എസൻസും കൂടി ചേർത്താൽ അതും അറിയാൻ പറ്റില്ല. അങ്ങനെ ആദ്യം ഒന്ന് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തിയൊക്കെ നോക്കിയപ്പോൾ ചെറുതായിട്ടും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ രണ്ടാമത് ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ മുകൾ ഭാഗവും കൂടി ഒന്ന് വേവണമെങ്കിൽ മറിച്ചിടാം. ഞാനതൊന്ന് മറിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അടിയിൽ നെയ്യുടെ അംശം ഉണ്ടായിരുന്നു, അതുപോലെ മുട്ടയും ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപോരും. അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ ഒരു അടിപൊളി മണമാണ്. കഴിക്കാനും അതുപോലെ തന്നെയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പാനിൽ നിന്നും അടുത്ത പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ 2 വശവും നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇത് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം. പ്രീ ഹീറ്റ് ചെയ്ത ആ പാനിൻ്റെ മുകളിൽ അടുത്ത പാൻ വയ്ക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വേണം 20 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണേ ഇതുപോലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് എടുത്ത് കാണണേ. ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഒത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റ ബൈ ബൈ. ബൈ അയാൻസ് വേൾഡ്.